ഗുരുതരമായിട്ട് വീഴ്ചയിലുണ്ടായതിന് പ്രിൻസിപ്പൾ എടുത്ത് സംസാരിക്കണം നിങ്ങൾക്ക്, എന്നാലും ഞങ്ങൾ പിന്നോട്ടുള്ളൂ. അതാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അതായത് പ്രിൻസിപ്പൽ, ആശുപത്രി അധികൃതർ, സൂപ്രണ്ട്, പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വിശദീകരണം നടത്തണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ വിശദീകരണവുമായി നേരത്തെ സൂപ്രണ്ടും പ്രിൻസിപ്പൽ രംഗത്ത് വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, തീപിടുത്തം ഉണ്ടായിട്ടില്ല, ചെറിയ ഒരു പുക ഉയരുക മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല, മറിച്ച് തീപിടുത്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സംരക്ഷണം നൽകിയില്ല. പ്രിൻസിപ്പളോ സൂപ്രണ്ടോ ഒരാൾ പോലും ഇവിടെയില്ല. റോഷ്നി, ആ നിലയിലുള്ള വലിയ പ്രതിഷേധം കൂടുതൽ പ്രവർത്തകരെ ഒരു മേഖലയിലേക്ക് എത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു മേഖലയിലെത്തി എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വിശദീകരണം നടത്തണം എന്നുള്ളതാണ്. നേരത്തെ നടത്തിയ വിശദീകരണം തൃപ്തികരമല്ല. അതിൽ അവർ കളവ് പറഞ്ഞിട്ടുണ്ട്. രോഗികൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു, പല ഡിപ്പാർട്ട്മെന്റുകളായ ആളുകളുണ്ടായിരുന്നു, അവരെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതും തന്നെ മാധ്യമങ്ങളോട് പറയാൻ അവർ തയ്യാറായിട്ടില്ല. സത്യം അവർ പറയണം, എന്താണ് സംഭവിച്ചത്. കേവലം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമല്ല, മറിച്ച് അതിനപ്പുറത്തുള്ളൊരു വിഷയമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി കൊട്ടാഘോഷിച്ച മീറ്റിംഗ് കഴിഞ്ഞ് പോയി. എവിടെ പ്രിൻസിപ്പൾ? പോലീസുകാർ അടകമ്പടിയോടുകൂടി പോവാ. അത്രയും ധൈര്യമില്ലാത്ത ആരോഗ്യമന്ത്രിയാണ് ഇന്നിവിടെ ഉള്ളത്. അതിനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, അതിന് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുക അവിടെ പോലീസ്. പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. റോഷ്നി, എന്താണ് ആശുപത്രി അധികൃതർ ഇവിടെ എത്തി അവരോട് ചർച്ച നടത്തണം, വിശദീകരണം നൽകണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തുടർച്ചയായി ഈ തീപിടുത്തമുണ്ടാകുമ്പോൾ, പുകയുയർന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രോഗികൾക്ക് അഭിജിത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാൻ തോന്നുന്നു. 2 മണിക്കൂറിലേറെയായിട്ട് ഇഷ്യൂ നടക്കുമ്പോഴും ഒരു പബ്ലിക്കിനെ കാണാൻ ഇവിടെയുള്ള ആളുകളുടെ ഇവിടുത്തെ പ്രിൻസിപ്പളോ ഇവിടുത്തെ സൂപ്രണ്ടോ തയ്യാറാകുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നു പോയ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നു പോയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? ഇവിടുത്തെ ജനങ്ങളുടെ 2 മണിക്കൂറായി ഹോസ്പിറ്റലിൽ ഒരു അധികാരികളും വരാനോ ഈ മറുപടി പറയാൻ തയ്യാറില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ രോഗികൾ പ്രവേശിപ്പിച്ചു. 3-ാം വാർഡിലും 4-ാം വാർഡിലും രോഗികളുണ്ടായിരുന്നു. പക്ഷെ തീ പിടിക്കുന്നത് അപ്പോൾ രോഗികൾ ഉണ്ടായിട്ടില്ല. രോഗികൾ വന്ന്